തന്ന ഹബീബല്ലേ പ്രീതിതൻ സുന്ദര പാദ തന്ന നിധിയല്ലേ നിത്യാഗിലായത്തിൽ പൊന്നൊളി തന്ന പ്രഭയല്ലേ. അസ്സലാമു അലൈക്കും. അസ്സലാമുഅലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷനെ, പ്രിയമുള്ള ഉസ്താദുമാരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, അന്ത്യപ്രവാചകനായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ അവിടുത്തെ മധുകളിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹി അടുത്ത സമയം ആമിന ബീബിയുടെയും അബ്ദുല്ലാഹിയുടെയും ഓമനപുത്രനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പൂജാതനായി. അക്കാലത്ത് മക്ക നിവാസികൾ ബിംബങ്ങൾക്കും കല്ലുകൾക്കും സൂര്യനും തീയിലുമൊക്കെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച സമയം അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളെല്ലാം തലകുത്തി മറിഞ്ഞു വീണു. സാവാർന്ന തടാകം വറ്റുവരണ്ടു. കിസ്റ കൈസർ നെട്ടിവിറച്ചു. ഇങ്ങനെ പല അത്ഭുത സംഭവങ്ങളും ഉണ്ടായി. ഇത് കണ്ട് ആ സമൂഹം ആകെ പരിഭ്രാന്തിയിലായി. അവരുടെ ദൈവങ്ങൾക്ക് പറ്റിയതിൽ അവർ ദുഃഖിതരായി. ഇങ്ങനെ ബഹുദൈവ ആരാധകരായ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏക ഇലാഹായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനും മനുഷ്യ ജീവിതത്തിന്റെ വിജയം അതാണെന്നും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.